നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. മകം നക്ഷത്രക്കാരുടെ വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മകം നക്ഷത്രക്കാർക്ക് വേഴഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത് 11-ലാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വലിയ പ്രശ്നങ്ങളും പരിഹരിച്ച് സ്വസ്ഥവും സമാധാനമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും ശത്രുക്കളിൽ നിന്നും ജയം കിട്ടുന്നതിലേക്കുള്ള യോഗമുള്ള സമയമാണ്. 2026 6-ാം മാസം മുതൽ വേഴം 12 വരുന്ന ഘട്ടമാണ്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും വിജയിക്കുകയല്ല, പരാജയപ്പെട്ടു പോകുന്നതൊക്കെയുള്ളൊരു വിഷമം. അപ്പം 12-ലെ വേഴം 2026 6-ാം മാസം 2-ാം തീയതി മുതൽ 2026 10-ാം മാസം വരെയാണ്. 10-ാം മാസം കഴിയുമ്പോൾ വേഴം വീണ്ടും നമുക്ക് കർക്കിടക 12-ൽ നിന്ന് 1-ലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. അത് കൊള്ളാം. അപ്പോൾ 1 വന്നിട്ട് വീണ്ടും ഇത് 12-ലേക്ക് തന്നെ ജനുവരി മാസം വീണ്ടും 12 വരും. പിന്നെ അവിടെ തന്നെ വേഴം 2027 6-ാം മാസം 26-ാം തീയതി വരെ നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയം നമുക്ക് 1-ൽ വരണ കാലഘട്ടം നല്ലതാണ്. പക്ഷേ 12 നിൽക്കുന്ന കാലഘട്ടം പഴയ ആൾക്കാർ പറയും 11-ാം വേഴം എന്ന് പറയുന്നത് ഒരു കോടീശ്വരൻ ദരിദ്രനായി പോണ സമയമാണ്. അപ്പം ആഴ്ചക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് വീടുണ്ട്, വസ്തുവുണ്ട്, ജോലിയുണ്ട്, പൈസയുണ്ട്, ഹീറോ. പക്ഷേ കടങ്ങൾ EMIകളൊക്കെ അടയ്ക്കാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയമാണ്. അതുകൊണ്ട് കൂടുതൽ സാമ്പത്തിക കടബാധ്യതകളിൽ ചെന്ന് ചാടാതിരിക്കണം. കാരണം തോനെ പൈസ ഉണ്ടെങ്കിൽ ED ഇൻകം ടാക്സും ഒക്കെ എടുത്തുകൊണ്ട് പോകും. ഒരു പൈസയില്ല, കഷ്ടനഷ്ടങ്ങളിലാണെങ്കിലും ജപ്തി നടപടികൾ നേരിടേണ്ടി വരും. മറ്റുള്ളവരെ സഹായിച്ച് അവരും പറ്റിച്ചുകൊണ്ട് പോകും. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോണ സമയം. നിങ്ങൾ ആര് പറഞ്ഞാലും അതൊന്നും അനുസരിക്കുന്ന ആളല്ല. സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് ഭയങ്കര ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നേടിയതും സംരക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പം അത് നല്ലതാണ്. പലരും നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിച്ചാലും ബാങ്കുകാരും ശത്രുക്കളും നമുക്കെതിരെ കാണിക്കുന്ന നിയമ നടപടിക്ക് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തകർന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അന്വേഷണങ്ങൾ വരും. നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറയും. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ രോഗി എത്തും. അതേപോലെ ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു കുറ്റവാളി ചത്തുപോയാൽ അത് കുഴപ്പം. നിങ്ങളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ ചെന്ന് ജപ്തി നടപടിക്ക് പോയി അവർ കയറി ചത്താൽ അത് നമുക്ക് ദോഷമാണ്. അങ്ങനെ നമ്മൾ നിമിത്തമാണ് മറ്റുള്ളവർ മരിച്ചതെന്ന് വരെ കേൾക്കുമ്പോൾ അതോ വേന്നാണ്. 12-ൽ വേഴം നിൽക്കുമ്പോൾ പല ദുരിതങ്ങൾ. ആരെങ്കിലും മരിച്ചാലും നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ദുഷ്ടമായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് എന്നൊക്കെ ആൾക്ക് എന്ത് വേണോ പറഞ്ഞ് നിങ്ങളെ ഒരു കുറ്റവാളിയാക്കാൻ തീർച്ചയായിട്ടും കഴിയും. നമ്മൾ തെറ്റ് കാണിച്ചില്ലെങ്കിലും കുറ്റം കാണിച്ചില്ലെങ്കിലും നമ്മൾ കാണിക്കുന്നതൊക്കെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാൻ മീഡിയക്ക് ഒരു പാടുമില്ല. അപ്പോൾ അതുകൊണ്ടും നമ്മൾ വളരെ സൂക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയ വമ്പനായിരുന്നാലും കൊമ്പനായിരുന്നാലും ശത്രുക്കളെ കൊണ്ടുള്ള വിഷമതകളുണ്ടാകും. കാരണം അരിഭവനെ സഹജേവ പ്രഗതാമ്പത്യോ സ്ഥിതേ കലഹ നൃപപീഡ നിധനഗതേ ലഗ്നേൻ ദിവ്യാം വധോ വയ. ലഗ്നത്തിൻ്റെയോ ഹിന്ദുവിൻ്റെയോ 12-ൽ വേഴ സഞ്ചരിക്കുമ്പോൾ വധോ വയാണ്. അപ്പോൾ കൂടുതലും മക്കളോടും വഴക്കിന് പോകരുത്. കാരണം ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം സന്താനകാരകനാണ്. ബുദ്ധിയും പുത്രരും സ്നേഹം ദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും ബസയും ഗുരുവെന്നാണ്. അപ്പോൾ ബുദ്ധിയുടെ ആളാണ്. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്. എല്ലാവർക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ആളും ആയിരിക്കും. പക്ഷെ സ്വന്തം ജീവിതത്തെ സ്വന്തം ബുദ്ധിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അക്രമങ്ങൾ ചെയ്താത്തായിപ്പോൾ അവിടെ സൂക്ഷിക്കണം. പുത്രനും സന്താനങ്ങളുമായിട്ടും വഴക്കുണ്ടായിപ്പോൾ മക്കൾ കലവിച്ച് പോകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. മരിച്ചു കളയണത് ഇങ്ങനെയുള്ള സമയം. അതുകൊണ്ട് പിള്ളേരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കണം. അവരിഷ്ടത്തിന് അവർ ജീവിച്ചോട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചോ. അവരുടെ വിദ്യാകാര്യത്തിലോ ഉദ്യോഗകാര്യത്തിലോ വിവാഹകാര്യത്തിലോ ഒന്നും ഇടപെട്ട് നമ്മൾ അലങ്കോലപ്പെടുത്തരുത്. കാരണം പിള്ളേർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മക്കളെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ അച്ഛനമ്മമാർ ശ്രമിക്കും. അവർക്ക് ആരുടെയെങ്കിലും സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ നടത്താൻ പറ്റൂലെന്ന് പറഞ്ഞാൽ
അവസരങ്ങൾ ഒന്നീ കലപിച്ചു, അത് ഏറ്റവും നല്ലത് കലപിച്ചാണ്, എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. പക്ഷെ മരിച്ചു കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കാനേ പറ്റും. അതുകൊണ്ട് പിള്ളേരുടെ ഏറ്റവും താല്പര്യവും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മക്കൾക്ക് വേണ്ടി, പിള്ളേരുടെ വിദ്യയ്ക്ക് വേണ്ടി, ഫീസിന് വേണ്ടി, അവർക്ക് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് പൈസകൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു അവരെ സഹായിക്കാൻ പറ്റും. അത്തരത്തിൽ പല പരിപാടികളും അച്ഛനമ്മമാർ ചെയ്യും. പക്ഷേ ഈ പൈസ എല്ലാം കടലിൽ കായം കലക്കി ഇതുപോലെ പോവുകയാണ്. പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടിയാലും അവസരങ്ങൾ പോവില്ല, ഉറച്ചു നിൽക്കുകയില്ല. ജോലി കിട്ടിയാലും അങ്ങനെയൊക്കെ തന്നെ ഉറച്ചു നിൽക്കില്ല, കളഞ്ഞിട്ട് വരാൻ തോന്നും. അവസാനം നമുക്ക് പൈസയില്ല, ഭാഗ്യമില്ലാത്ത തരത്തിൽ വിഷമിച്ചു പോലും. 12ാം വേഴമെന്ന് വെച്ചൊരു കോടീശ്വരൻ ദരിദ്രനാവുന്നതും പിച്ചക്കാരനാവുന്ന ആ സമയമാണ്. കൃഷിയിൽ നിന്ന് ആൾക്കാർ വ്യാപാര നഷ്ടങ്ങൾ, ജോലി തന്നെ നല്ല പ്രോഫിറ്റ് ഇല്ല, കമ്മീഷൻ ഇല്ല, മെച്ചമില്ലെന്ന് കൊണ്ട് പെട്ടെന്ന് എടുത്ത് കളഞ്ഞിട്ട് വരും. വീട്ടിലൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പോലീസ് മുറയാണ്. ഇതാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ സഹകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞാൽ എല്ലാവരെയും വിരോധിച്ച് കളയുന്ന സമയമാണ്. അവരെല്ലാം ബാരിക്കേറ്റ് പല വഴിക്ക് പോകുകയും. ആളുകൾ പറയില്ല, അയാൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ഭാര്യ ഉണ്ടായിരുന്നു, നല്ല ഭർത്താവ് ഉണ്ടായിരുന്നു, നല്ല ജീവിതം ഉണ്ടായിരുന്നു, എല്ലാം പോയി. എന്തെല്ലാം ഗ്രഹപ്പഴയായിരിക്കും, അല്ലാതെ പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഈ ഗ്രഹപ്പഴയാണ് ജീവിതത്തെ ആകെ തകിടം മറിക്കുന്നത്. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്ന സമയമാണ്. അപ്പോഴാണ് നമുക്ക് വിഷമത്തെക്കുറിച്ചും മറ്റവൻ്റെ ദുഃഖത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിച്ച് പോകുന്നത്. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് ഈ വലിയ പരാജയം ജോലിയിലും കുടുംബത്തിലും ഒക്കെ ബാധിച്ചതെന്ന് വിചാരിക്കും. ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ വിരോധം തോന്നരുത്. കാരണം വലിയ ഗ്രഹപ്പിഴകൾ ഉണ്ട്. പലവരുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ. ശാസ്ത്രം ശരിയാണ്, ജ്യോതിഷം അന്ധവിശ്വാസമല്ല. പല ഗണാമന്മാരും ഗംഗന്മാരും സാധാരണക്കാരും ഒരുപോലെ ഒരു ഗ്രഹപ്പിഴ വരുമ്പോൾ ഉള്ള ദുരിതവും ഒരു ഗ്രഹം അനുകൂലിച്ച് വരുമ്പോൾ ഉള്ള നേട്ടങ്ങളും മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പരിഹാരത്തിന് വിഷ്ണുവിനെ ഭജിക്കണം. പൈസ ഇടപാടുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമുക്ക് കൊടുക്കാനുള്ള EMIയും ലോണും ഒക്കെ അടയ്ക്കണം. പക്ഷേ നമുക്ക് ഒരു വസ്തു വാങ്ങിച്ചാൽ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചുള്ള കച്ചവടങ്ങൾ, മറ്റുള്ളവരെ സഹായിച്ചാൽ എനിക്ക് അവരിൽ നിന്ന് ഒരുപാട് നേട്ടം കിട്ടും എന്നുള്ള വിചാരങ്ങൾ, ഒരു വർഷത്തേക്ക് നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് തന്നെ പോകണം. പിന്നെ ഇത്തിരി സാഹചര്യം നമുക്ക് കിട്ടും. എപ്പോഴേ ഈ 2026 10ാം മാസം മുതൽ 2027 ജനുവരി വരെ ഇത്തിരി നമുക്കൊരനുകൂലം വരും. വേഴം 12ൽ നിന്ന് മാറി 1ൽ വരും. അപ്പോൾ 1ൽ വരുമ്പോൾ നമുക്ക് സുഖസ്ഥിതി, ജയ, ആരോഗ്യ, അർത്ഥസമ്പത്ത്, സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ജാമ്യം കിട്ടും, അർത്ഥസമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും, കീർത്തിയും വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടി ജയിക്കാൻ പറ്റാത്തത് ഈശ്വരൻ്റെ സഹായം കൊണ്ടും നമ്മുടെ ക്ഷമ കൊണ്ടും നമ്മുടെ സ്നേഹം കൊണ്ടും സഹതാപം കൊണ്ടും മറ്റുള്ളവർ നമ്മളോട് ഇത്തിരി മയം കാണിക്കുന്നതും കുരുക്കിൽ നിന്നും രക്ഷപ്പെടുന്നതും സഹായം കിട്ടുന്നതും നഷ്ടപ്പെട്ട ജോലിയും പൈസയൊക്കെ കിട്ടുന്നതുമായ ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കും. ആശുപത്രിക്കാർ പറയും കണക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറയും കണക്ക്. ദോഷം വന്നിട്ട് നമ്മൾ പോലീസ് കോടതി കേസെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ കാര്യമില്ല. ദോഷം വരാതെ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കുക. കൂടാതെ വേഴം 12 വരുമ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനന്തി, മരണഭീതി, നഷ്ടം, നാട് വീടും വിട്ടൊക്കെ പോകണമെന്ന് തോന്നും, കുടുംബവും വസ്തുക്കളൊക്കെ വിറ്റ് പറക്കി പോകണമെന്ന് തോന്നും. രോഗമെന്നും അസുഖങ്ങൾ, ചെറിയ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ നമുക്ക് 1 കോടി രൂപ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്രയും ആശുപത്രിക്കാരെടുത്തിട്ട് നമുക്ക് സംഭവം 1 കോടി ഇട്ട് നമ്മൾ അതിന് പറഞ്ഞു വിടുന്ന സമയമാണ്. 1 കോടി വസ്ത്രം ധരിച്ചോ, ഇതൊക്കെ തന്നെ നടക്കണം. ആശുപത്രിക്കാരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. നമ്മളാണൊരു ഡോക്ടറാണെങ്കിലും രോഗിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. പക്ഷെ ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്ത് രോഗി ചത്താൽ പ്രശ്നമില്ല. പക്ഷേ ഒരു നൂല് വെച്ച് കൊടുത്ത് ഒരാൾ ചത്തുപോയാൽ ജോത്സ്യം ചെയ്തത് അനാചാരവും അന്ധവിശ്വാസവും. ഇതാണ് നാട്ടിൻ്റെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരുന്നും മന്ത്രമൊക്കെ വേണം, ദൈവങ്ങളെ ഭജിക്കണം. നമ്മളെ ദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള പരിപാടികളും പദ്ധതികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറും. പിന്നെ അഷ്ടമശനിയും ഉള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ വേഴം വിഷ്ണുവിനെ ഭജിക്കണം, ഹനുമാൻ ഭജിക്കണം, കാലഭൈരവനെ ഭജിക്കണം, മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം, നരസിംഹ മൂർത്തി മന്ത്രം ജപിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് ഈ നരസിംഹ ഹോമവും
സുദർശന ഹോമവും വിഷ്ണു പ്രീതികരങ്ങളായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ശ്രീരാമാദ്യ അവതാര വിഷ്ണു നാമസ്യം ഓർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെ ഒന്ന് പോയി തൊഴുതാൽ കൊള്ളാം. ദശാവതാര മൂർത്തികളുടെ അമ്പലങ്ങൾ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ തന്നെ തപ്പിയാൽ കുറേയൊക്കെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ പല അമ്പലങ്ങളിലും നവതിരുപ്പതികളിലൊക്കെ പോകുമ്പോൾ അവിടെ പല അമ്പലങ്ങളിലും ഈ പറയുന്ന ദശാവതാര മൂർത്തികളുടെ അമ്പലമുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളാണ് നവതിരുപ്പതികളെന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് നവതിരുപ്പതികൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഷമവും ദോഷമൊക്കെ മാറാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം. വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കണം. ആർക്കും ജാമ്യം നിൽക്കാനൊന്നും പോലും. എല്ലാ കാര്യങ്ങളും നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഈ സമയത്ത് പറ്റൂ. അങ്ങനെ ദോഷം മാറാനും നല്ലത് വരുന്നതിനും വേണ്ടി ഈ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും വലിയ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമൊക്കെ ചെയ്യണം. ചെറിയ ദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പറ്റും. എന്തായാലും കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശന വഴിപാടുകൾ നടത്താൻ നല്ലതാണ്. ജാതക ഫലങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. ഫീസും അയക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരാനാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.